ഉച്ചയായപ്പോ ഞാൻ തുമ്പിമോളുടെ അടുത്തേക്ക് പോന്നുട്ടോ. തുമ്പിമോളുടെ അച്ചാച്ചന്റെ അമ്മയുടെ ആണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് എന്നെയും കൂടി വിളിച്ചിട്ടുണ്ടായിട്ടോ. തുമ്പിമോളെ കൂടി ഇരുന്നിട്ട് ഊണും കഴിച്ചിട്ട് ഞാൻ അവൾക്ക് ടാറ്റയും കൊടുത്തിട്ട് വീട്ടിലേക്ക് പോന്നുട്ടോ. ഇവിടെ എവിടെന്നാ ചിക്കൻ മേടിക്കാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുഞ്ഞാനെ വിളിച്ചു വരുത്തിട്ടാ ചിക്കൻ മേടിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ കുഞ്ഞാടെ കൂടെ പോയിട്ട് ചിക്കനും മേടിച്ച് നേരെ കുഞ്ഞാനെ അവിടേക്ക് പോയിട്ടാ. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല കാപ്പി ഇട്ടായിരുന്നേ. അവിടുന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോ ആശുമോളും സുനിലാട്ടിനും എന്നെയും കൂട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടുട്ടോ. അവിടുന്ന് ഈ നേഴ്സാണ്ട് എനിക്ക് ആദ്യം തന്നെ 2 കുത്ത് വെച്ചത്. ഫസ്റ്റത്തെ 2 കുത്ത് കഴിഞ്ഞപ്പോ ഈ സാധനം പിടിച്ചു വിട്ടിരുന്നിട്ട് വായ കൂടെ മൂക്കി കൂടെ ഒക്കെ എടുത്ത് വിടാൻ പറഞ്ഞ് ഞാൻ അതേപോലെ തന്നെ ഇരുന്ന് ചെയ്യായിരുന്നു കേട്ടോ. തീർന്നിട്ടില്ല കേട്ടാ. അത് കഴിഞ്ഞപ്പോ വീണ്ടും എനിക്ക് 2 കുത്ത് കിട്ടിയ ആ 2 കുത്ത് വന്നത് ഈ 2 നേഴ്സുമാരായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തം 4 കുത്ത് എനിക്ക് കിട്ടിയിട്ടാ. ഇതാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിന്റെ ഓൾ ഇൻ ഓൾ. അവന്റെ ഫ്രണ്ട് ആണ് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു കേട്ടോ. അതെ ഈ ബാക്കി വരുന്ന ഡോക്ടറാണ് കേട്ടോ എന്നെ കുത്താൻ പറഞ്ഞത്. ഡോക്ടറെ കണ്ട് മരുന്നും മേടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആട്ടോ. അതുകൊണ്ട് നാളെ രാവിലെ ആവും വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ആശുമോളെ വീട്ടിലാട്ടോ. ഡ്രസ്സൊക്കെ മാറിയിട്ട് ചായയും മിച്ചറും കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് വർത്താനം പറയാട്ടോ. പത്രമുള്ള ഗൈസ്, ബൈ ബൈ, സീ യു.